ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി ഫുഡ്സ്. നമുക്കിന്ന് പീനട്ട് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. 250 ഗ്രാം കപ്പലണ്ടി അഥവാ നിലക്കടല, ഒരു തക്കാളി, ഒരു സവാള, അരമുറി നാരങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയാണ് പീനട്ട് മസാല തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ വറുക്കുക. നന്നായിട്ടൊന്ന് ചൂടാകുക. ഒരു 10 മിനിറ്റോളം സമയം വേണ്ടി വരും. ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റും കൂടി ആവശ്യമുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നിലക്കടലയെല്ലാം ഇവിടെ പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവാളയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കാം. തക്കാളിയും സവാളയും ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയുടെ ചൂടെല്ലാം മാറി തുടങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. തിരുമ്മുമ്പോഴത്തേക്കും തൊലിയെല്ലാം ഇങ്ങനെ ഇളകും. അപ്പോൾ ഇനി ഇതെല്ലാം നീറ്റാക്കി ഞാൻ കൊണ്ടുവരാം. കപ്പലണ്ടിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നിലക്കടല ഇടുക. അതിൻ്റെ കൂടെ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി, അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി, സവാള ഒരു സവാള ആവശ്യമില്ലെങ്കിൽ ആ കപ്പലണ്ടിക്ക് അനുസരിച്ച് തക്കാളി സവാള എടുത്താൽ മതി കേട്ടോ. ഇനി നാരങ്ങയുടെ കുരുവെല്ലാം മാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കഴിക്കുക. ഇതിൻ്റെ കൂടെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.